ഹായ് എവ്രിവൺ, വെൽക്കം ടു ടോസ് അക്കാഡമി. അപ്പോൾ ഇന്ന് അക്കാഡമി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് സി-ടെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം പ്രോബ്ലംസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഓപ്ഷൻ എ, ഇഫ് എ സ്ക്വയർ എൻസ് ഇൻ 9 then എ ക്യൂബ് എൻസ് ഇൻ 7. ഓപ്ഷൻ ബി, root of 0.9 equal to 0.3. Option C, the square of a prime number can be even number. Option D, if a square ends in 5 then a cube ends in 25. ഓക്കെ, അപ്പോൾ നമുക്കൊരു 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ഓപ്ഷൻ വൈസ് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, if a square ends in 9 then a cube ends in 7. Okay, if we choose a is equal to 7, a is equal to 7, then a square എന്താണ്? a square is equal to 49. അപ്പോൾ ഇവിടെ എൻഡ് ചെയ്യുന്നത് 9ലാണ് അല്ലേ. ഇനി എ ക്യൂബ് 7ലാണോ എൻഡ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. എ ക്യൂബ് ഈക്വൽ ടു, എ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 × 7 × 7. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 343. ഇവിടെ എ ക്യൂബ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അത് എൻഡ് ചെയ്യുന്ന ഇതിലാണ്, 3ലാണ് എൻഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എൻസ് ഇൻ 7 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു കൗണ്ടർ എക്സാമ്പിൾ ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട്. ഓപ്ഷൻ ബി പറയുന്നത് റൂട്ട് ഓഫ് 0.9 ഈക്വൽ ടു 0.3 ആണെന്ന്. അപ്പോൾ നമുക്ക് ഡെസിമൽ നമ്പേഴ്സിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ ഡെസിമൽ ഒഴിച്ചിട്ട് നമ്മൾ റൂട്ട് കണ്ടുപിടിക്കും അല്ലേ. ഡെസിമൽ കളഞ്ഞിട്ട് റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ റൂട്ട് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് പോയിൻ്റ് കൊടുക്കണം. പോയിൻ്റ് കൊടുക്കാനായിട്ട് നമ്മൾ തന്നിരിക്കുന്ന ആ ഡെസിമൽ നമ്പറിൽ ഡെസിമൽ കഴിഞ്ഞ് എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കും. ദെൻ അതിൻ്റെ ഹാഫാണ് നമുക്ക് കിട്ടിയ ഉത്തരത്തിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് നമുക്ക് ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു പ്ലേസേ ഉള്ളൂ, അതിൻ്റെ ഹാഫ് എടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. സോ ഇതല്ല 0.3 എന്ന് പറയുന്നത്. ആക്ച്വലി റൂട്ട് ഓഫ് 0.09ൻ്റെ റൂട്ടാണ് 0.3. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഡെസിമൽ കളഞ്ഞിട്ട് നമ്മൾ റൂട്ട് കണ്ടുപിടിക്കും. അതായത് റൂട്ട് 9. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കുക. 2 പ്ലേസ് ആണ്. 2ൻ്റെ ഹാഫ് എടുക്കും. 2ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 1. അപ്പോൾ നമുക്കിവിടെ പോയിൻ്റ് കഴിഞ്ഞ് ഒരു പ്ലേസേ പാടുള്ളൂ. സോ നമ്മുടെ ആൻസർ 0.3 ആണ് വരുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. ദ സ്ക്വയർ ഓഫ് എ പ്രൈം നമ്പർ ക്യാൻ ബി ഈവൻ നമ്പർ. അത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. കാരണം നമുക്കറിയാം 2 ആണ് ഓൺലി പ്രൈം നമ്പർ വിച്ച് ഈസ് ഈവൻ ആയിട്ട് വരുന്ന ആകെ ഒരു പ്രൈം നമ്പറേ ഉള്ളൂ, 2 ആണ്. അതിൻ്റെ സ്ക്വയർ എന്താ? 4 അല്ലേ. അപ്പോൾ സ്ക്വയർ ഓഫ് എ പ്രൈം നമ്പർ ക്യാൻ ബി ഈവൻ നമ്പർ. സോ ഈ ഓപ്ഷൻ ട്രൂ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ ഡി കൂടി ഒന്ന് വെരിഫൈ ചെയ്യാം. ഓപ്ഷൻ ഡി പറയുന്നത് ഇഫ് എ സ്ക്വയർ എൻസ് ഇൻ 5 then എ ക്യൂബ് എൻസ് ഇൻ 25. എ സ്ക്വയർ 5ലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ എ ക്യൂബ് 25ലായിരിക്കും എൻഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് എ ഇസ് ഈക്വൽ ടു 15 നമ്മൾ ചൂസ് ചെയ്തു. എ ഇസ് ഈക്വൽ ടു 15. ഓക്കെ, ദെൻ എ സ്ക്വയർ ഈക്വൽ ടു 225. അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രകാരം എ സ്ക്വയർ എൻസ് ഇൻ 5 ആണ്. ഇനി നമ്മൾ എ ക്യൂബ് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. എ ക്യൂബ് ഈക്വൽ ടു, എ ക്യൂബ് ഈസ് 15 × 15 × 15. ഓക്കെ, 15 × 15 × 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 3375. ഓക്കെ, അപ്പോൾ എ ക്യൂബ് എൻഡ് ചെയ്തിട്ടുള്ള ഇതിലാണ് 75ലാണ് എൻഡ് ചെയ്തിട്ടുള്ളത്, നോട്ട് ഇൻ 25. സോ ഓപ്ഷൻ ഡിയും തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി. Question, the value of 2 raised to minus 1 into 5 raised to minus 1 divided by 8 raised to minus 1 divided by 4 raised to minus 1 plus 8 raised to minus 1 whole raised to minus 1. ഓക്കെ, അപ്പോൾ ബോഡ്മാസ് റൂള് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇത് ചെയ്യാനായിട്ട്. ബോഡ്മാസ് റൂളിൽ നമ്മൾ പറയുന്നത് എന്താണ്? ബ്രാക്കറ്റ് ഓഫ് അല്ലേ, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പോൾ ആ ഓർഡറിൽ വേണം നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2 raised to minus 1 into 5 raised to minus 1. 2 raised to minus 1 is 1/2 അല്ലേ. 1/2 into 5 raised to minus 1 is 1/5. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബ്രാക്കറ്റിലുള്ള ആളുകളൊന്ന് ചെയ്യാം. ഡിവൈഡഡ് ബൈ 8 raised to minus 1 that is 1/8. ഓക്കെ, അതൊരു ബ്രാക്കറ്റിൽ ഡിവൈഡഡ് ബൈ 4 raised to minus 1 that is 1/4 plus 1/8 whole raised to minus 1.
ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ബ്രാക്കറ്റിലുള്ള ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതെന്താ രണ്ട് ഫ്രാക്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആണ്. സോ കറസ്പോണ്ടിങ് ന്യൂമറേറ്ററും കറസ്പോണ്ടിങ് ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10. 1/10 ഡിവൈഡഡ് ബൈ 1/8. ഓക്കെ, 1/10 ഡിവൈഡ് ബൈ 1/8 ഡിവൈഡഡ് ബൈ 1/4 പ്ലസ് 1/8 ഹോൾ റേസ് ടു -1. ദാറ്റ് ഈസ് ഇതിൻ്റെ ഈ രണ്ട് ഫ്രാക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഫാക്ടേഴ്സ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും LCM മെത്തേഡോ ഏതെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 4ൻ്റെ കൂടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇത് നമുക്ക് എന്താവും, ഇത് 2/8 ആവും. 2/8 പ്ലസ് 1/8 അല്ലേ, 2/8 പ്ലസ് 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/8 വരും. 3/8 ഹോൾ ഇൻവേഴ്സ്. ഓക്കെ, 3/8ൻ്റെ ഇൻവേഴ്സ്. 3/8ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 8/3 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓരോന്നും നമുക്ക് എത്രയാണെന്ന് നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു 1/10 ഡിവൈഡഡ് ബൈ 1/8. ഡിവിഷൻ ആണ്. ഡിവിഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഏത് നമ്പർ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഏത് ഫ്രാക്ഷൻ വെച്ചിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിൻ്റെ റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 1/10 ഇൻറ്റു 8/1. ഓക്കെ, ഡിവൈഡഡ് ബൈ 3/8ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 8/3 ആണ് അല്ലേ. ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/, അല്ലേ. സോ നമുക്ക് എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 8/3. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 8/10 ഡിവൈഡഡ് ബൈ 8/3. ദാറ്റ് ഈസ് അതിൻ്റെ റെസിപ്രോക്കൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3/8. 8 and 8 cancelled. So final answer is 3/10. So option 1 is the right answer, 3/10. Next question, if root of 675 divided by root of 9408 equal to a by b, then which of the following can be a value of a plus b? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ a plus b ഇതിൽ ഏത് വാല്യൂ ആണ് വരുന്നതെന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. We know that root of c by d equal to root of c divided by root of d. അതനുസരിച്ചിട്ട് നമുക്ക് root of 675 divided by root of 9408 equal to root of 675 divided by 9408 എന്ന് എഴുതാം. ദെൻ നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 225, ദെൻ ഡിനോമിനേറ്റർ 3136 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 225 divided by root of 3136. Actually root of 225 is equal to, that is equal to 15 into 50 ആണ്. Okay, that is 15 into 50 and this is root of 3136, that is 56 into 56. So this is equal to 15 divided by 36. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്, എ ബൈ ബിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ വി ഗെറ്റ് എ ബൈ ബി ഈക്വൽ ടു 15 divided by 36. That is a is equal to 15 and b is equal to 36. So a plus b is equal to 15 plus 36, that is equal to 71. So നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1. If 1,06,480 equal to a raised to 4 into b into c raised to 3, where a, b, c are prime numbers, then what is the value of 3a plus 2b minus c? Okay, അപ്പോൾ നമുക്ക് ഇവിടെ എയും ബിയും സിയും ഒക്കെ പ്രൈം നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നമ്പറിനെ ഫസ്റ്റ് നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവുക. സോ ദിസ് ഈക്വൽ ടു 5 and 3 2 4 0. അഗെയിൻ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. 2 6 6 2 0. അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 1 3 3 1 0. അഗെയിൻ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 6 6 5 5. ഇനി നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. ദെൻ ഇതിനെ നമുക്ക് 11 വെച്ച് ഡിവൈഡ് ചെയ്യാം. 11 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 121 ആണ്. ഈ 121 അഗെയിൻ 11 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ നമ്മുടെ 1,06,480 ക്യാൻ ബി റിട്ടൺ ആസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 2 into 2 into 2 into 5 into 11 into 11 into 11. So 2 എത്ര ടൈംസ് ഉണ്ട്? 2 4 ടൈംസ് ആണ്. 2 raised to 4 into 5 raised to 1 into 11 raised to 3. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഈക്വൽ ടു എ raised to 4 into b into c raised to 3. അപ്പോൾ ഇവിടെ 4 പവറായിട്ട് വന്നിട്ടുള്ളത് 2വിൻ്റെ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എ ഈക്വൽ ടു 2, b is equal to 5 and c is equal to 11.
Now we have to find 3a plus 2b minus c. എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 3 into 2 plus 2 into 5 minus 11. That is, this is 6 plus 10. That is 16 minus 11. That is equal to 5. So option. Next question. The base and the corresponding altitude of triangle are in the ratio 5:3. If its area is 120 centimeter square, then altitude is option 1 9 centimeter, option 2 12 centimeter, option 3 15 centimeter, option 4 21 centimeter. അപ്പോൾ ഇവിടെ നമുക്ക് ബേസിൻ്റെയും കറസ്പോണ്ടിങ് ഓൾട്ടിറ്റ്യൂഡിൻ്റെയും റേഷ്യോ നമുക്ക് 5:3 ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോമാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒറിജിനൽ വാല്യൂയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു കോമൺ നമ്പർ വെച്ചിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ബേസ് അപ്പോൾ നമുക്ക് 5x ആയിട്ടും ഓൾട്ടിറ്റ്യൂഡ് 3x ആയിട്ടും കിട്ടും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എ ഈക്വൽ ടു 120 സെൻറ്റിമീറ്റർ ക്യൂബ് സ്ക്വയർ തന്നിട്ടുണ്ട്. ഏരിയ എ ഈസ് ഈക്വൽ ടു 120 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, വി നോ ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. എങ്ങനെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത്? ഏരിയ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ്. അതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ബേസ് നമുക്കറിയാം, ബേസ് 5x ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഈസ് 3x. സോ നമുക്ക് ഇവരെ രണ്ടുപേരെയും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/2 ഇൻറ്റു ബേസ് ഈസ് 5x ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഈസ് 3x. ദാറ്റ് ഈസ് ഈക്വൽ ടു 120. ഓക്കെ, ദിസ് ഇംപ്ലൈസ് 5x into 3x. 5x into 3x is 15x square. 15x square is equal to 2 into 120. That is 240. Okay. This implies x square is equal to 240 divided by 15. നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ ഈക്വൽ ടു 16 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4. അപ്പോൾ ഇവിടെ നമ്മൾ പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ലെങ്ത് അല്ലേ അത്? അപ്പോൾ ഹിയർ എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 4 ആണ്. ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അത് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുള്ളത്? 3x ആയിട്ട് എടുത്തിട്ടുള്ളത്. എക്സ് ഇസ് ഈക്വൽ ടു 4 ആണ്. സോ ഓൾട്ടിറ്റ്യൂഡ് ഈസ് 3 into 4, ദാറ്റ് ഈസ് 3 into 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ? ഓപ്ഷൻ 1 2116, ഓപ്ഷൻ 2 2916, ഓപ്ഷൻ 3 3136, ഓപ്ഷൻ 4 3158. അപ്പോൾ നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആവുന്നത്, ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2116 നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യാണ്. ഫസ്റ്റ് 2 വെച്ച് ഡിവൈഡ് ചെയ്തു. സോ നമുക്ക് കിട്ടുന്നത് 1058 ആണ്. എഗെയിൻ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തു, 529 കിട്ടും. ദെൻ അതിനെ 23 വെച്ചിട്ട്, ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 23 വെച്ചിട്ടാണ്. സോ 23 വെച്ച് ഡിവൈഡ് ചെയ്തുമ്പോൾ 23 കിട്ടി. സോ നമുക്ക് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 into 2 into 23 into 23. ദാറ്റ് ഈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു. 2 into 23 into 2 into 23, ദാറ്റ് ഈസ് 46 into 46, ദാറ്റ് ഈസ് 46 സ്ക്വയർ. സോ 2116 ഈസ് ഈക്വൽ ടു 46 സ്ക്വയർ. സോ ഇതെന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ? നമുക്ക് അടുത്ത നമ്പർ നോക്കാം. ഇവിടെ നമ്മൾ 2 വെച്ച് ഫസ്റ്റ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 1458 കിട്ടും. അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്തു, 729. ഇനി 2 വെച്ച് പറ്റില്ല ഡിവൈഡ് ചെയ്യാനായിട്ട്. സോ 3 വെച്ച് ഡിവൈഡ് ചെയ്തു. സോ 2 4 3, അഗെയിൻ 3 81, അഗെയിൻ 3 27, അഗെയിൻ 3 9, അഗെയിൻ 3 3. ഓക്കെ, ദാറ്റ് ഈസ് 2960 can be written as 2 into 2 into 3 into 3 into 3 into 3 into 3. ഇനി നമ്മൾ ജസ്റ്റ് അറേഞ്ച് ചെയ്യാണ്. അറേഞ്ച് ചെയ്ത് 2 into 2 into 2 into 3 into 2 into 2 into 2 into 3. So this is 54, this is 54, 54 into 54, that is 54 square. So ഈ നമ്പർ എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3136നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 56 സ്ക്വയർ എന്ന് കിട്ടി. സോ ഇതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് 3 പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടി. ഓക്കെ, സോ 4th 1 ആയിരിക്കും പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത്. അപ്പോൾ 3158നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാണ്. ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 1579 ആണ്. അഗെയിൻ ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് ഈ 3158നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇതെന്താ ആവില്ല? പെർഫെക്റ്റ് സ്ക്വയർ ആകില്ല. സോ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഷോപ്കീപ്പർ ഹാസ് 75 gold and 120 silver coins. She wants to stack them
so that each stack contain same number of coins of the same type. The maximum number of coins that each stack can have is. Okay. അതായത് ഒരു ഷോപ്പ് കീപ്പറിൻ്റെ കയ്യിൽ 75 ഗോൾഡ് കോയിൻസും 120 സിൽവർ കോയിൻസും ഉണ്ട്. എന്നിട്ട് നമ്മൾ ആ കോയിൻസിനെ നമ്മൾ ഈ അടക്കി വെക്കില്ലേ, അങ്ങനെ ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ സെയിം നമ്പർ ഓഫ് കോയിൻസും സെയിം ടൈപ്പും വേണം വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റാക്കാക്കി മാറ്റുമ്പോൾ മാക്സിമം എത്ര കോയിൻസ് അവിടെ വരുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് കോയിൻസ് ആണുള്ളത്. ഗോൾഡ് കോയിനും സിൽവർ കോയിനും. 75 ഗോൾഡ് കോയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ 120 സിൽവർ കോയിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗോൾഡ് കോയിൻസിൻ്റെ സ്റ്റാക്ക് ഓരോന്നും, അതുപോലെ തന്നെ സിൽവർ കോയിൻസിൻ്റെ സ്റ്റാക്ക്, അങ്ങനെ വേണം സ്റ്റാക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്റ്റാക്കിലും പിന്നെ എന്താണ് ശ്രദ്ധിക്കാനുള്ളത്, സെയിം നമ്പർ ഓഫ് കോയിൻസേ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഗോൾഡ് കോയിൻസിന് ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ ഡിവൈഡ് ചെയ്യണം അല്ലേ, ഡിവൈഡ് ചെയ്യണം, ദെൻ ഈക്വൽ ആയിട്ട് അറേഞ്ച് ചെയ്യണം അല്ലേ. എന്നിട്ട് മാക്സിമം നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്, മാക്സിമം നമ്പർ ഓഫ് കോയിൻസ് അറ്റ് ഈച്ച് സ്റ്റാക്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? നമ്മൾ ഡിവൈഡ് ചെയ്യണം, ഡിവൈഡ് ചെയ്തിട്ട് മാക്സിമം ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, മാക്സിമം നമ്പർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഇവിടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ 75 അല്ലേ, 75 ഗോൾഡ് കോയിൻസ് ഉണ്ട്. 75നെ നമ്മളൊന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 75 ഈസ് 3 × 5 × 5. ഓക്കെ, ആൻഡ് 120നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ 2 × 2 × 3 × 5 ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എങ്ങനെയാണ് നോക്കേണ്ടത്, കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഫാക്ടർ ആരാണ്, രണ്ടിലും കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് 3 ആൻഡ് 5 ആണ് അല്ലേ. അപ്പോൾ 3ഉം 5ഉം നമ്മൾ ആദ്യം എഴുതി. ദെൻ അതിൻ്റെ പവേഴ്സ് വേണം അല്ലേ ചൂസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്പറിൽ, അതായത് 75ൽ നോക്കുമ്പോൾ അതിനെ 3 × 5² എന്ന് എഴുതാം. ദെൻ 2² × 3⁻1 × 5⁻1. അപ്പോൾ രണ്ടിലും 5ൻ്റെ നോക്കുക. 5ൽ ഏറ്റവും ചെറിയ പവർ വന്നിട്ടുള്ള ഏതാണ്, 1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 5ൻ്റെ പവർ എന്ന് പറയുന്നത് 1 വരും. ആൻഡ് 3 നോക്കുക, 3ൽ ഏറ്റവും സ്മോളസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 ആണ്. സോ 3യുടെ പവർ 1. അപ്പോൾ നമ്മുടെ GCD എന്ന് പറയുന്നത് 3 × 5, ദാറ്റ് ഈസ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 3 × 5, ദാറ്റ് ഈസ് 15. അപ്പോൾ 15 കോയിൻസ് വീതമുള്ള സ്റ്റാക്സ് ആയിട്ട് നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. Question, the solution of the equation 3 × 2 - x - x + 6 is equal to 2 × 1 - 3x is also the solution of the equations. Option 1, 4x + 3 is equal to 5 + 2x. Option 2, 9x + 5 equal to 4 × x - 2 + 8. Option 3, 5x + 7 equal to 2x + 9. Option 4, 3x - 1 equal to 2x + 4. നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഈ സെയിം സൊല്യൂഷൻ വരുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ഇക്വേഷൻ ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 3 × 2x - x, 2 - x - x + 6 equal to 2 × 1 - 3x. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ 6 - 3x - x - 6 equal to 2 - 6x. ഓക്കെ, ദെൻ എക്സിൻ്റെ ആളുകളെ ഒരു സൈഡിലാക്കുക. ദിസ് ഈസ് -4x ആൻഡ് ദിസ് ഈസ് -6x. -6xനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് 6x - 4x എന്ന് കിട്ടും. ദെൻ ഈ 6ഉം ഈ 6ഉം ക്യാൻസൽ ചെയ്തു പോയി. ദിസ് ഈസ് ഈക്വൽ ടു 2. ദിസ് ഇംപ്ലൈസ് എന്ത് കിട്ടും, 2x equal to 2. That implies x is equal to 1. So x is equal to 1 is the solution of this given equation. ഇനി x is equal to 1 സൊല്യൂഷൻ വരുന്നത് ഏത് ഓപ്ഷനിലെ ഇക്വേഷനിലാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ ഈ ഓരോ ഇക്വേഷൻസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. LHSഉം RHSഉം ഈക്വൽ ആവണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഓപ്ഷൻ 1 ഒന്ന് വെരിഫൈ ചെയ്യാം. നമുക്ക് എക്സിൻ്റെ പ്ലേസിൽ LHSൽ 1 കൊടുത്തു നോക്കിയേ, നമുക്ക് ഇതിൽ എന്താ കിട്ടുക, 4 × 1 + 3 ദാറ്റ് ഈസ് 7. ആൻഡ് RHS എന്താ കിട്ടുക, 5 + 2 × 1 ദാറ്റ് ഈസ് 7. സോ LHS is equal to RHS. അപ്പോൾ 7 equal to 7. സോ x is equal to 1 is a solution of this equation. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് വെരിഫൈ ചെയ്യേണ്ട കാര്യമില്ല, ഒരു റൈറ്റ് ആൻസർ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. വേണമെങ്കിൽ ഓപ്ഷൻ 2 ഒന്ന് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. LHSൽ നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 9 × 1 + 5 ദാറ്റ് ഈസ് 14. ഓക്കെ, ഇനി 4 × RHS ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. 4 × x - 2 + 8. എക്സിന് 1 കൊടുത്തു കഴിയുമ്പോൾ 1 - 2 -1 അല്ലേ. അപ്പോൾ -1, 4 × -1 + 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 14 നോട്ട് ഈക്വൽ ടു 4.
സോ ഈ ഓപ്ഷൻ വരില്ല. അങ്ങനെ വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ റൈറ്റ് ആയിട്ട് വരുന്ന ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് a plus b is equal to 3 and a square plus b square is equal to 89, then what is the value of 1 by a plus 1 by b? അപ്പോൾ ഇവിടെ നമുക്ക് a plus b തന്നിട്ടുണ്ട്. a plus b is equal to 3. അപ്പോൾ given a plus b is equal to 3 and also a square plus b square equal to 89, we have to find 1 by a plus 1 by b. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഇക്വേഷനൊക്കെ അറിഞ്ഞിരുന്നാൽ പെട്ടെന്ന് ചെയ്യാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab, അങ്ങനെ നമ്മൾ പറയാം അല്ലേ. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി നമുക്ക് 3 തന്നിട്ടുണ്ട്. സോ 9 ഈക്വൽ ടു 3 സ്ക്വയർ, ദാറ്റ് ഇസ് 9 ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് 89 പ്ലസ് 2 ഇൻറ്റു എ ബി. ഫ്രം ദിസ് 2ab equal to minus 89 plus 9, that is equal to minus 80. Okay, so ab equal to minus 80 divided by 2, that is equal to minus 40. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് 1 by a plus 1 by b ആണ്. ഈ 1 by a plus 1 by a എന്താ? ജസ്റ്റ് ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 1 by a plus 1 by b equal to a plus b divided by ab. അപ്പോൾ ഇവിടെ നമുക്ക് എ പ്ലസ് ബി എത്രയാണെന്ന് അറിയാം. എ പ്ലസ് ബി ഈസ് 3 ആൻഡ് എ ബി ഈസ് minus 40. ഓക്കെ, സോ വി ഗെറ്റ് 1 by a plus 1 by b equal to minus 3 by 40. ഓക്കെ, സോ ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.